അധ്യായം 15. നിങ്ങളുടെ ഉപബോധ മനസ്സും നിങ്ങളുടെ സന്തോഷവും. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭൗതിക ശാസ്ത്രത്തിന്റെ മേഖലയിലല്ല എന്ന് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്റെ പിതാവ് വില്യം ജെയിംസ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ സ്പർശിക്കപ്പെട്ട ഉപബോധ മനസ്സിന്റെ ശക്തിയായിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എല്ലാ മനുഷ്യരിലും ലോകത്തിലെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ കഴിയുന്ന അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഏത് ബലഹീനതയെയും മറികടക്കാൻ കഴിയുമെന്ന് വ്യക്തമായ തിരിച്ചറിവ് ലഭിക്കുന്ന ദിവസം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വപ്നത്തിനുമപ്പുറം നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം സത്യമുള്ളതും ശാശ്വതവുമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് കുട്ടി ജനിച്ചപ്പോൾ, നിങ്ങൾ വിവാഹിതരായപ്പോൾ, നിങ്ങൾ കോളേജിൽ നിന്ന് ബിരുദം നേടിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ വിജയമോ അല്ലെങ്കിൽ സമ്മാനമോ നേടിയപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയിരിക്കാം. ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായ പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തിയപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിച്ചിരിക്കാം. നിങ്ങളെ സന്തോഷിപ്പിച്ച അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. പക്ഷേ ഈ അനുഭവങ്ങൾ എത്ര അത്ഭുതകരമാണെങ്കിലും അവ ശാശ്വതമായ സന്തോഷം നൽകുന്നില്ല. അവ ക്ഷണികമാണ്. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം വിശ്വാസത്താൽ സ്പർശിക്കപ്പെട്ട ഉപബോധ മനസ്സിന്റെ ശക്തിയാണെന്ന് വില്യം ജെയിംസ് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ബൃഹത്തായൊരു ശക്തിയുണ്ട്. ഈ ശക്തിയിൽ നിങ്ങൾ ഒരു മഹത്തായ ആത്മവിശ്വാസം നേടുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് സന്തോഷം കടന്നു വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ ശക്തിയിലൂടെ ഏത് തോൽവിയിലും വിജയം വരിക്കാനും നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രിയപ്പെട്ട ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കണം. സന്തോഷം ഒരു ശീലമാണ്. അതിനെപ്പറ്റി എപ്പോഴും ആലോചിക്കുന്നത് നല്ല ശീലമാണ്. സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കൂ. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ സ്വയം പറയുക, ഞാൻ ഇന്ന് സന്തോഷം തിരഞ്ഞെടുക്കുന്നു, ഇന്ന് ഞാൻ വിജയം തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇന്ന് ശരിയായ നടപടി തിരഞ്ഞെടുക്കുന്നു, ഞാൻ എല്ലാവരോടുമുള്ള സ്നേഹവും നല്ല മനസ്സും തിരഞ്ഞെടുക്കുന്നു, ഇന്ന് ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. ജീവിതം, സ്നേഹം, താല്പര്യം എന്നിവ ഈ ഉറപ്പിലേക്ക് പകരുക. അപ്പോൾ നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദിവസത്തിൽ പല തവണ നന്ദി പറയുക. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിങ്ങളുടെ സഹകാരികളുടെയും എല്ലായിടത്തുമുള്ള എല്ലാ ആളുകളുടെയും സമാധാനത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സന്തോഷവാനായിരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ആഗ്രഹിക്കാതെ ഒന്നും സാധിക്കപ്പെടില്ല. ആഗ്രഹം ഭാവനയുടെയും വിശ്വാസത്തിന്റെയും ചിറകുകളുള്ള ഒരു അഭിലാഷമാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം അനുഭവിക്കുകയും ചെയ്യുക. അപ്പോൾ അത് സംഭവിക്കും. ഉത്തരം ലഭിച്ച പ്രാർത്ഥനയിലൂടെ സന്തോഷം വരുന്നു. ഭയം, ഉത്കണ്ഠ, കോപം, വിദ്വേഷം തുടങ്ങിയ ചിന്തകളിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ വളരെ വിഷാദമുള്ളവനും അസന്തുഷ്ടനുമാകും. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. ലോകത്തിലെ എല്ലാ പണം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് സന്തോഷം വാങ്ങാൻ കഴിയില്ല. ചില കോടീശ്വരന്മാർ വളരെ സന്തുഷ്ടരാണ്, ചിലർ വളരെ അസന്തുഷ്ടരാണ്. വളരെ കുറച്ച് ലൗകിക വസ്തുക്കളുള്ള ധാരാളം ആളുകൾ സന്തുഷ്ടരാണ്, ചിലർ വളരെ അസന്തുഷ്ടരാണ്. ചില വിവാഹിതരായ ആളുകൾ സന്തുഷ്ടരാണ്, ചിലർ വളരെ അസന്തുഷ്ടരാണ്. ചില അവിവാഹിതരായ ആളുകൾ സന്തുഷ്ടരാണ്, ചിലർ വളരെ അസന്തുഷ്ടരാണ്. സന്തോഷത്തിന്റെ സാമ്രാജ്യം നിങ്ങളുടെ ചിന്തയിലും വികാരത്തിലുമാണ്. ശാന്തമായ മനസ്സിന്റെ വിളവെടുപ്പാണ് സന്തോഷം. സമാധാനം, സമനില, സുരക്ഷിതത്വം, ദൈവിക മാർഗനിർദ്ദേശം എന്നിവയിൽ നിങ്ങളുടെ ചിന്തകൾക്ക് അടിത്തറയിടുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിന് കാരണമാകും. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു തടസ്സവുമില്ല. ബാഹ്യകാര്യങ്ങൾ കാരണമാകുന്നില്ല, അവ ഫലങ്ങളാണ്, കാരണമല്ല. നിങ്ങളുടെ ഉള്ളിലെ ഒരേ ഒരു സൃഷ്ടിപരമായ തത്വത്തിൽ നിന്ന് നിങ്ങളുടെ സൂചന കൈക്കൊള്ളുക. നിങ്ങളുടെ ചിന്തയാണ് കാരണം. ഒരു പുതിയ കാരണം ഒരു പുതിയ ഫലം ഉണ്ടാക്കുന്നു. സന്തോഷം തിരഞ്ഞെടുക്കുക. ഒരുവനിലുള്ള ഏറ്റവും ഉന്നതമായതും ഉത്തമമായതും പുറത്തു കൊണ്ടുവരുന്നവനാരോ അവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. അവന്റെ ഉള്ളിൽ ഏറ്റവും ഉന്നതമായതും മികച്ചതും ദൈവമാണ്. കാരണം ദൈവരാജ്യം മനുഷ്യന്റെ ഉള്ളിലാണ്. അധ്യായം 16. നിങ്ങളുടെ ഉപബോധ മനസ്സും സ്വരച്ചേർച്ചയുള്ള മാനുഷിക ബന്ധങ്ങളും. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്നത് നിങ്ങൾ അതിൽ പതിപ്പിക്കുന്ന എന്തും വിശ്വസ്തയോടെ പുനരാവിഷ്കരിക്കുന്ന ഒരു റെക്കോർഡിംഗ് ഉപകരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മനുഷ്യബന്ധങ്ങളിലെ സുവർണ നിയമങ്ങളുടെ പ്രയോഗ കാരണങ്ങൾ ഒന്നാണിത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഈ ഉദ്ധരണിക്ക് ബാഹ്യവും ആന്തരികവുമായ അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അതിന്റെ ആന്തരികമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ
നിങ്ങളും അവരെക്കുറിച്ച് അതേ രീതിയിൽ ചിന്തിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലുള്ള ആരോടെങ്കിലും മര്യാദയും ആദരവും കാണിച്ചേക്കാം. എന്നാൽ അയാൾ ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അയാളോട് വളരെ അമർഷവും നീരസവും തോന്നിയേക്കാം. അത്തരം നിഷേധാത്മക ചിന്തകൾ നിങ്ങൾക്ക് അത്യന്തം വിനാശകരമാണ്. അത് വിഷം കഴിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ചൈതന്യവും ഉത്സാഹവും ആത്മബലവും മാർഗനിർദ്ദേശവും നല്ല ഇച്ഛാശക്തിയും കവർന്നെടുക്കുന്ന മാനസിക വിഷങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിക്കുന്നത്. ഈ നിഷേധാത്മക ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാത്തരം ബുദ്ധിമുട്ടുകൾക്കും മനോവ്യാധികൾക്കും കാരണമാവുകയും ചെയ്യുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ വാക്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അതിലടങ്ങിയിരിക്കുന്ന ആന്തരിക സത്യങ്ങളുടെ അവലോകനവും യോജിപ്പോടെയുള്ള ബന്ധങ്ങളുടെ യഥാർത്ഥ മാർഗദർശനത്തെ പ്രതിനിധീകരിക്കുന്നു. വിധിക്കുക എന്നാൽ ചിന്തിച്ച് മാനസികമായൊരു വിധിയിലോ നിഗമനത്തിലോ എത്തിച്ചേരുക എന്നതാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ ചിന്ത. കാരണം നിങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ സർഗാത്മകമാണ്. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതും ഗ്രഹിക്കുന്നതും യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഭവത്തിൽ ജന്മം കൊള്ളുന്നു. നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങളുടെ മനസ്സ് ഒരു സർഗാത്മക മാധ്യമമായതിനാൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നതെന്നതും സത്യമാണ്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഈ നിയമവും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന രീതിയും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിയായി ചിന്തിക്കാനും ഗ്രഹിക്കാനും മറ്റുള്ളവരോട് ശരിയായി പെരുമാറാനും നിങ്ങൾ ശ്രദ്ധിക്കും. ഈ വാക്യങ്ങൾ നിങ്ങളെ മനുഷ്യന്റെ വിമോചനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നന്മ അതേ അളവിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ നിയമപ്രകാരം നിങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഒരു മനുഷ്യൻ മറ്റൊരാളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ അവൻ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത്. അവന്റെ കുറ്റബോധവും നഷ്ടത്തിന്റെ അനിവാര്യമായ മാനസികാവസ്ഥയും അവനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടത്തിൽ അകപ്പെടുത്തും. അവന്റെ ഉപബോധ മനസ്സ് അവന്റെ മാനസിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയും അവന്റെ മാനസിക താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേരണകൾക്ക് അനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉപബോധ മനസ്സ് അമൂർത്തമായതും മാറ്റമില്ലാത്തതുമാണ്. വ്യക്തികളെ പരിഗണിക്കുകയോ മതപരമായ ബന്ധങ്ങളെയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രസ്ഥാനങ്ങളെയോ ആദരിക്കുകയോ അത് ചെയ്യുന്നില്ല. അതിന് ഒരു തരത്തിലുമുള്ള സഹാനുഭൂതിയോ അല്ലെങ്കിൽ പ്രതികാരശീലമോ ഇല്ല. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും തോന്നുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി അവസാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു റെക്കോർഡിംഗ് മെഷീനാണ്. അത് നിങ്ങളുടെ പതിവ് ചിന്തയെ പുനർനിർമ്മിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നല്ലത് ചിന്തിക്കുന്നത്. വെറുപ്പോടെയോ അല്ലെങ്കിൽ നീരസത്തോടെയോ ഉള്ള ചിന്ത മാനസിക വിഷമാണ്. മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് മോശമായി ചിന്തിക്കുന്നത്. നിങ്ങളുടെ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ചിന്തകൻ നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ സർഗാത്മകവുമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു സർഗാത്മക മാധ്യമമാണ്. അതിനാൽ നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്തോ അത് നിങ്ങളുടെ അനുഭവത്തിൽ നടപ്പിലാകുന്നു. ഇതാണ് സുവർണ നിയമത്തിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥം. ഒരു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവരെക്കുറിച്ചും അതേ രീതിയിൽ ചിന്തിക്കുക. മറ്റൊരാളെ ചതിക്കുകയോ കൊള്ളയടിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇല്ലായ്മയും നഷ്ടവും പരിമിതികളും ഉണ്ടാക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആന്തരിക പ്രചോദനങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവം നിഷേധാത്മകമായതിനാൽ നഷ്ടം, പരിമിതി, വിഷമങ്ങൾ എന്നിവ എണ്ണമറ്റ വഴികളിലൂടെ നിങ്ങളുടെ അടുക്കൽ വരും. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന നന്മ, നൽകുന്ന ദയ, സ്നേഹം, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നല്ല മനസ്സ് എന്നിവ പലതരത്തിൽ പെരുകി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. നിങ്ങളുടെ ലോകത്തിലെ ഏക ചിന്തകൻ നിങ്ങളാണ്. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്ക് ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്ക് മറ്റൊരാൾ ഉത്തരവാദിയല്ല. നിങ്ങളുടെ ചിന്തകൾ പുനർനിർമ്മിക്കപ്പെടുന്നു. നിങ്ങൾ എന്താണ് ഇപ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? വൈകാരികമായി പക്വത പ്രാപിക്കുകയും മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുക. നിങ്ങളോട് വിയോജിക്കാൻ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അവരോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട്. വഴക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് വിയോജിക്കാം. മൃഗങ്ങൾ നിങ്ങളുടെ ഭയത്തിന്റെ പ്രകമ്പനങ്ങൾ പിടിച്ചെടുക്കുകയും നിങ്ങളുടെ നേരെ ചാടി വരികയും ചെയ്യുന്നു. നിങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവ ഒരിക്കലും നിങ്ങളെ ആക്രമിക്കുകയില്ല. അച്ചടക്കമില്ലാത്ത പല മനുഷ്യരും നായ്ക്കളെയും പൂച്ചകളെയും പോലെ പെട്ടെന്ന് പ്രതികരിക്കുന്നു. നിങ്ങളുടെ നിശബ്ദ ചിന്തകളെയും വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ആന്തരിക സംസാരം നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ അനുഭവപ്പെടുന്നു.
നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ആഗ്രഹിക്കുക. ഇതാണ് ഐക്യത്തോടെയുള്ള മാനുഷിക ബന്ധങ്ങളുടെ മാർഗദർശനം. നിങ്ങളുടെ തൊഴിലുടമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതിയും കണക്കുകൂട്ടലും മാറ്റുക. അവൻ സുവർണ നിയമവും സ്നേഹത്തിന്റെ നിയമവും പാലിക്കുന്നുണ്ടെന്നും ഗ്രഹിക്കുക. അതിനനുസരിച്ച് അവൻ പ്രതികരിക്കും. നിങ്ങളുടെ അനുവാദമില്ലാതെ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളെ ശല്യപ്പെടുത്താനോ പ്രകോപിപ്പിക്കാനോ കഴിയില്ല. നിങ്ങളുടെ ചിന്ത സർഗാത്മകമാണ്. നിങ്ങൾക്ക് അയാളെ അനുഗ്രഹിക്കാം. ആരെങ്കിലും നിങ്ങളെ നീചൻ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് അയാളോട് ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ആത്മാവിൽ നിറയുന്നു എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവരുമായി ഒത്തുപോകാനുള്ള ഉത്തരമാണ് സ്നേഹം. മറ്റുള്ളവരുടെ താല്പര്യവും ഇച്ഛാശക്തിയും ദൈവികതയും ബഹുമാനിക്കുന്നതാണ് സ്നേഹം. വൈകല്യമുള്ളവരെയോ അല്ലെങ്കിൽ മുടന്തനെയോ നിങ്ങൾ വെറുക്കില്ല. നിങ്ങൾക്ക് അവരോട് കരുണയുണ്ടായിരിക്കും. നിഷേധാത്മക മനസ്ഥിതിയിൽ രൂപീകരിക്കപ്പെട്ട മാനസിക വൈകല്യമുള്ളവരോട് കരുണയും അനുകമ്പയും ഉള്ളവരായിരിക്കുക. എല്ലാം മനസ്സിലാക്കുക എന്നാൽ എല്ലാവരോടും ക്ഷമിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ വിജയം, സ്ഥാനക്കയറ്റം, ഭാഗ്യം എന്നിവയിൽ സന്തോഷിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു. മറ്റുള്ളവരുടെ വൈകാരിക നാട്യങ്ങൾക്കും കോപാവേശത്തിനും ഒരിക്കലും വഴങ്ങരുത്. പ്രീണനം ഒരിക്കലും വിജയിക്കില്ല. നിങ്ങൾ ഒരു ചവിട്ടുപായ ആകരുത്. ശരിയായതിനെ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, ആനന്ദം എന്നിവ തരുന്ന മാനസിക വീക്ഷണം ശരിയും നല്ലതും സത്യവുമാണെന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. സന്തോഷം ശരിയും നല്ലതും സത്യവുമാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് സ്നേഹമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആരോഗ്യവും സന്തോഷവും ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് സ്നേഹം.